സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾ തള്ളിക്കയറുന്നു. വിവാദ പ്രസ്താവനയുമായി മന്ത്രി സി.പി. ജോൺ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീവിരുദ്ധ പരാമർശവുമായി ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ. KSRTC സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കാശ് വേണ്ടാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണ്. എന്നാൽ മക്കളെ ഫീസ് നൽകേണ്ട സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കും. അസുഖം വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോകാതെ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ടുപോയി സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടത്തും. അഭിനയം ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ ശക്തമായ ജനകീയ പ്രതിഷേധമുയർത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി പോരാട്ടം കൂടുതൽ വിപുലമാക്കുന്നു. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും യുവാക്കളെയും ഒന്നിപ്പിച്ച വൻ മുന്നേറ്റത്തിന് കളമൊരുക്കുന്നതിനായി ഓഗസ്റ്റ് 5, 6 തീയതികളിൽ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ പാർട്ടി ഉന്നതതല യോഗം ചേരും. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും പരാതികളും ആവശ്യങ്ങളും നേരിട്ടറിഞ്ഞ് ഭാവി പരിപാടികൾക്ക് രൂപം നൽകുന്നതിനായി ലിസണിംഗ് ടൂർ എന്ന പേരിൽ രാജ്യവ്യാപക പര്യടനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി. ജോസഫ് വിജയ്ക്കും നടി തൃഷയ്ക്കുമെതിരെ വിദ്വേഷകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്ത ഉദയനിധിയെ ഇന്ന് തന്നെ വിട്ടയക്കാൻ മദ്രാസ് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. കേസിന്റെ അന്വേഷണവുമായി ഉദയനിധി പൂർണ്ണമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ എല്ലാ റോഡുകളിലും കാൽനട യാത്രക്കാർക്കായി കൃത്യമായി വേർതിരിച്ച് കയ്യേറ്റമില്ലാത്ത പ്രത്യേക യാത്രാ സൗകര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. റോഡുകളിൽ കാൽനട യാത്രക്കാർക്കായി നീക്കിവച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കയ്യേറുന്നില്ലെന്നും അവ വാഹനപാതകളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജനോട് കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തെ അമ്മത്തൊട്ടിൽ ഒരു കുഞ്ഞ് അതിഥി കൂടിയെത്തി. 5 ദിവസം പ്രായവും 2.57 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിനെ ആണ് അമ്മത്തൊട്ടിൽ ലഭിച്ചത്. 1000 പ്രതീക്ഷകളുമായി എത്തിയ കുഞ്ഞിന് സഹസ്ര എന്ന പേരാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് GL അരുൺ ഗോപി നൽകിയത്. കുഞ്ഞതിഥിയുടെ വരവോടെ അമ്മത്തൊട്ടിൽ 1000 കുട്ടികളായി. ഇതിനാലാണ് സഹസ്ര എന്ന പേര് നൽകിയത്. പാകിസ്ഥാനിൽ ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരരുടെ മരണവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി ലഷ്കർ-ഇ-ത്വയ്ബ കമാൻഡർ റിസ്വാൻ ഹനീഫ രംഗത്ത്. 4 വർഷത്തിനിടയിൽ തങ്ങളുടെ 30-ലധികം പ്രവർത്തകരെ ഇന്ത്യൻ ഏജൻസികൾ വധിച്ചുവെന്ന് റിസ്വാൻ വ്യക്തമാക്കി. അജ്ഞാത തോക്കുധാരികളെ ഉപയോഗിച്ച് ഇന്ത്യൻ ഏജൻസികളാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വീഡിയോയിലൂടെയായിരുന്നു റിസ്വാൻ ഹനീഫയുടെ വെളിപ്പെടുത്തൽ. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട 2 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. 134 യാത്രക്കാരുമായി സഞ്ചരിച്ച AI-379 വിമാനം ഡൽഹിയിൽ സുരക്ഷിതമായി ഇറക്കിയെന്നും ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മഴക്കെടുതിയിൽപ്പെട്ടവരെ ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ സർക്കാർ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതു സംബന്ധിച്ച നിരവധി പരാതികളാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 15 ലക്ഷത്തോളം പേരെ എല്ലാ സൗകര്യങ്ങളോടെയും ക്യാമ്പുകളിൽ പാർപ്പിച്ചിട്ടുള്ള ഭൂതകാല ചരിത്രം കേരളത്തിനുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ പുതിയ ഇറക്കുമതി തീരുവ നയത്തിനെതിരെ അമേരിക്കയിലെ 25 സംസ്ഥാനങ്ങൾ വീണ്ടും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% മുതൽ 12.5% വരെ തീരുവ ചുമത്തിയ നടപടിയെ ചോദ്യം ചെയ്താണ് ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങൾ ന്യൂയോർക്കിലെ US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിനെ സമീപിച്ചത്. റബ്ബർ വില 300 രൂപയിലേക്ക് കുതിക്കുന്നു. ഇന്നലെ ഓപ്പൺ മാർക്കറ്റിൽ ലാറ്റക്സ് സ്പോട്ട് വില കിലോഗ്രാമിന് 298 രൂപയെന്ന റെക്കോർഡിലെത്തി. ഗ്ലൗസ്, പ്രോഫിലാറ്റിക്സ് മേഖലകളിൽ നിന്നുള്ള വൻ ഡിമാൻഡും മാർക്കറ്റിലെ ചരക്ക് ദൗർലഭ്യവുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. കൂടാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലം കടൽ മാർഗമുള്ള ചരക്കു നീക്കം തടസ്സപ്പെട്ടതോടെ വിദേശത്തു നിന്നുള്ള ലാറ്റക്സ് ഇറക്കുമതി അസാധ്യമായി. ഇതും ആഭ്യന്തര മാർക്കറ്റിൽ ലാറ്റക്സ് ആവശ്യകതയും വിലയും കുതിച്ചുയരാൻ ഇടയാക്കി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.